കേരളത്തിലെ തന്നെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ വൈഷ്ണവ് ആണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. വളരെ വളരെ വലിയ സന്തോഷവും കൂടാതെ അഭിമാനവും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്രയും സന്തോഷമുണ്ട്. പിന്നെ ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ ആരും തന്നെ മോശക്കാരല്ല, എല്ലാവരും വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫൈറ്റ് എന്തായാലും ഇലക്ഷനിൽ ഉണ്ടാവും. എന്നാലും നമ്മൾ ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വമൊക്കെ ആയിരുന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം ഒരാളുടെ വോട്ട് നിഷേധിക്കപ്പെട്ട് അത് തിരിച്ച് കിട്ടുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് തോന്നുന്ന ഒരു നിമിഷമാണ്, ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടല്ലോ. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ കറൻലി നിൽക്കുന്നത്. നിരവധി വർഷങ്ങളായിട്ട് LDFന്റെ ഒരു വാർഡാണ്. പ്രചരണത്തിൽ തന്നെ ഉറച്ചു നിന്ന് കൂടുതൽ ഒരു വിജയസാധ്യത ഉണ്ടെന്നാണോ കരുതുന്നത്? വിജയസാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മുടെ പാർട്ടിയും ജനങ്ങളുമാണ് പറയേണ്ടത്. വിജയസാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെയാണ്. ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അവർക്ക് ആരെയാണോ താല്പര്യം, അവർക്ക് ആരാണോ കൂടുതൽ കറക്റ്റ് എന്ന് തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യും, ജയിപ്പിക്കും. അതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ശുഭപ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഈ കൂടെ നിന്ന അവരോടൊക്കെ ഒരു നന്ദി പറയുന്നുണ്ട്. തീർച്ചയായും ആദ്യമായി നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്കാണ്. കാരണം ദൈവത്തെ പോലെ അദ്ദേഹം ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. കാരണം നമ്മളെ വ്യക്തമായി കേൾക്കുന്നു, നമുക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നു. പിന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും പരാതികളും എല്ലാം കേട്ടു. നമുക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. ഇന്ന് വോട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഓർഡർ വരുന്നു. വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കേസ് ഹൈക്കോടതിയിൽ നോക്കിയത് സീനിയർ ലോയർ ആയിട്ടുള്ള ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു രൂപ പോലും അദ്ദേഹം മേടിച്ചിട്ടില്ല. കാരണം ഒരു കേബിൾ അദ്ദേഹം ഒരു പഴയ കേസുകാരനാണ്. അപ്പോൾ അതിൻ്റെ അതേ സെയിം വികാരം വെച്ചിട്ട് വളരെ നന്നായാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. 24/7 നമുക്ക് അവൈലബിൾ, ഒരു ഹൈക്കോർട്ട് വക്കീൽ നമുക്ക് 24/7 അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അദ്ദേഹം നമുക്ക് അതേപോലെ തന്നെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മൃദുലേട്ടനുണ്ട്, ശ്രീ മൃദുൽ ജോൺ മാത്യു. അദ്ദേഹവും വളരെ നന്നായി തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തത്. വളരെ നല്ല സപ്പോർട്ടായിരുന്നു അദ്ദേഹവും നമുക്ക് തന്നത്. പിന്നെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അഖിൽ JS ഉണ്ട്. പിന്നെ നമ്മുടെ ഇലക്ഷൻ, അതായത് KPC ഇലക്ഷൻ ഇൻചാർജ് ആയിട്ടുള്ള ശ്രീ KP റഹ്മാൻ സാറുണ്ട്. ഇവരെല്ലാവരും വളരെ വലിയ സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ തന്നത്. നമ്മൾ അത്രയും മാനസിക സംഘർഷം നേരിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരായാലും, നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും, മണ്ഡലം പ്രസിഡന്റുമാരായാലും, ബൂത്ത് പ്രസിഡന്റുമാരായാലും, നമ്മുടെ DCC ഭാരവാഹികളായാലും, KSUക്കാരായാലും, യൂത്ത് കോൺഗ്രസ് ആയാലും, മഹിളാ കോൺഗ്രസ് ആയാലും എല്ലാവരും തന്നെ ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതെന്നല്ല കേട്ടോ. പാർട്ടി, അതായത് UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്നത്. ഇടയ്ക്ക് പ്രചരണമൊക്കെ നിർത്തി വെക്കേണ്ടി വന്നെങ്കിൽ വീണ്ടും ഈ ശുഭപ്രതീക്ഷയോടെ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിരുന്നു. അന്നൊക്കെ ഈ വോട്ടർമാരൊക്കെ എന്താ പറഞ്ഞിരുന്നത്? അവർക്ക് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. കാരണം അവർക്ക് കൂടുതലായി അറിയണമായിരുന്നു ഇതെന്താണ് പറ്റിയത്. കാരണം നമ്മളെല്ലാവരും ഓൾറെഡി അവരിലേക്ക് ഒരു തവണ പോയതാണ്. അപ്പോൾ അവർ ചോദിക്കാൻ പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിരുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും വളരെ വലിയ ശുഭപ്രതീക്ഷയിലാണ് മുന്നിലേക്ക് പോകുന്നത്. അതെ, തീർച്ചയായും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വൈഷ്ണയും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം ഉള്ളത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ രതീഷ് മാൾബിശ്ശേരിക്കൊപ്പം കണ്ണൻ ടീം.